ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയുടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിൽ എൻ്റെ 12th വീക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 12th വീക്കിൽ ഞാൻ എന്തൊക്കെല്ലാം കാര്യങ്ങൾ ചെയ്തു. അതായത് 12th വീക്ക് എന്ന് പറയുന്നത് നമ്മളെ ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് ഹോസ്റ്റിംഗ് വീക്കാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതുപോലെ ഈ വീക്കിൽ എന്തെങ്കിലും ടാസ്കുകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ 11th വീക്ക് വരെയുള്ള വീഡിയോസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. അതായത് 7th വീക്ക് മുതൽ 7th 8th 9th 10th 11th വരെയുള്ള വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണണം. അതാണ് നമ്മളെ പ്രൊജക്റ്റ് പ്ലാനിങ് മുതൽ പ്രൊജക്റ്റ് കംപ്ലീഷൻ വീക്ക് വരെയുള്ള വീക്കാണ് 7th മുതൽ 11th വീക്ക് വരെ. അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു, പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഗസ് വാട്ട്, ദിസ് വീക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഈ വീക്കിൽ കുറച്ച് ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളായിട്ടുള്ള ടാസ്കുകളൊന്നുമില്ല. എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്, തിയറി എന്തെങ്കിലും പഠിക്കാണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യങ്ങൾ, നമ്മൾ AWS അല്ലെങ്കിൽ Azure അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഷൻ, പല ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് AWSലാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡോക്യുമെൻറ്റിൻ്റെ ഇത് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു നോഷൻ്റെ ഡോക്യുമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോക്യുമെൻറ്റ് നോക്കി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഹോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ AWSൽ എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തില്ല, ആ ഡൊമൈൻ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു ഡോക്യുമെൻറ്റ് നോക്കി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് ചോദിച്ചു, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ, അതായത് എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാം, ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് ആ ഡൊമൈൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് കംപ്ലീറ്റ് ഹോസ്റ്റിംഗ് ഞാനൊരു വീഡിയോ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ മാത്രം, ഈ ഒരു ഡോക്യുമെൻറ്റ് നോക്കി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. സോ ഞാനൊന്ന് ബ്രീഫായിട്ടൊന്ന് ഹോസ്റ്റ് ചെയ്തൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. നമ്മൾ AWSലാണ് ചെയ്തത്. അപ്പോൾ AWSൽ അക്കൗണ്ട് ആക്കുക. AWSൽ അക്കൗണ്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ATM കാർഡോ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും വേണം. അതൊരു 4 റുപ്പീസ് ആയിട്ടാണ് അവർ പിടിക്കുന്നത്. 4 or 2 റുപ്പീസ് എത്രയാണ് അവർ ഡിഡക്റ്റ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ AWSൻ്റെ ഒരു ഇത് ഓപ്പണായി വരും. അവിടെ നിങ്ങൾക്ക് EC2 എന്ന് പറയുന്നൊരു സംഭവം കാണാൻ സാധിക്കും. EC2 ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ AWSനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ EC2നെ കുറിച്ച് പഠിക്കുക. അപ്പോൾ EC2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, EC2 എന്ന് പറയുന്നത് ഒരു AWS പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു സെർവറാണ്, അല്ലെങ്കിൽ ഒരു AWS പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഹോസ്റ്റിംഗ് ഒക്കെ സഹായിക്കുന്ന ഒരു സെർവറാണ് എന്ത് EC2 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്ത് ചൂസ് ചെയ്യാം, ഡിഫറൻറ്റ് OSകൾ ചൂസ് ചെയ്യാം. ഉബുണ്ടു ചൂസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ EC2ലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ആ ഒരു എന്തിലുണ്ട്, ഡോക്യുമെൻറ്റിലുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ ഹോസ്റ്റിങ്ങിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് AWS അല്ലെങ്കിൽ EC2ൽ ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. SSL സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, അതുപോലെ Nginx എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് പ്രോക്സി സെർവറാണ്, ഒരു പ്രോക്സിയാണ്, ഇൻ്റർമീഡിയറ്റ് സെർവർ. അതായത് ക്ലയൻറ്റിന് മെയിൻ സെർവറിൻ്റെ ഇടക്കുണ്ടാവുന്ന ഒരു സെർവറാണ് Nginx എന്ന് പറയുന്നത്. അത് മുഖാന്തരം നമുക്ക് ധാരാളം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ക്യാഷിങ്, അതുപോലെ തന്നെ ലോഡ് ബാലൻസിങ്, റിവേഴ്സ് പ്രോക്സി, അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് Nginx മുഖാന്തരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് AWSനെ കുറിച്ച് ചോദിക്കും, ചിലപ്പോൾ EC2നെ കുറിച്ച് ചോദിക്കും, ചിലപ്പോൾ Nginxനെ കുറിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ Nginxൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു വീക്കിൽ ടാസ്ക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡൊമൈന് പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പല പല സൈറ്റുകളുണ്ട്. ഹോസ്റ്റിഞ്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഗോഡാഡി, നെയിം ചീപ്പ്, കുറേ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ പർച്ചേസ് ചെയ്യാം, ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം. ഞാൻ PCmonarch.shop എന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. എൻ്റെ ഡൊമൈൻ നെയിം ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾക്ക് ക്രോം പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് തുറന്നു വരും. അവിടെ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ വെബ്സൈറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വെബ്സൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ടാസ്കുകൾ എന്തൊക്കെ ചെയ്തു, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു PCmonarch.shop എന്ന് പറയുന്ന സൈറ്റിൽ കയറാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഓക്കെ, PCmonarch.shop. അപ്പോൾ ഞാൻ .shop എടുക്കാൻ കാരണം, .shop എന്ന് പറയുന്നത് ആ ഡൊമൈൻ്റെ .shop എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഭയങ്കര ചീപ്പായിരുന്നതുകൊണ്ടായിരുന്നു. ഏകദേശം $2 or $3 അണ്ടറിലേ വന്നിട്ടുള്ളൂ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. $3 ഈ ഹോസ്റ്റ് ചെയ്യാൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് $3 അണ്ടറിലേ വന്നിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി .com .in ഒക്കെ ആണെങ്കിൽ 1000 റുപ്പീസിൻ്റെ ഒക്കെ മേലെ പോകും, $10 ഒക്കെ മേലെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗിറ്റിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിക്കണം. ഗിറ്റിൽ എങ്ങനെ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഗിറ്റിലോട്ട് എങ്ങനെ കമ്മിറ്റുകൾ ചെയ്യാം, ഗിറ്റിൻ്റെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു 2 ബ്രാഞ്ചസ് നമ്മൾ എങ്ങനെ മെർജ് ചെയ്യാം,
അതുപോലെ തന്നെ ഗിറ്റിലോട്ട് എങ്ങനെ പുഷ് ചെയ്യാം, ഒരു ബ്രാഞ്ചിലോട്ട് എങ്ങനെ പുഷ് ചെയ്യാം, അതുപോലെ തന്നെ ഗിറ്റിൽ എങ്ങനെ പുൾ റിക്വസ്റ്റ് ചെയ്യാം, പുൾ റിക്വസ്റ്റ് ചെയ്തിട്ട് മെർജ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഗിറ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെൻ്റ് ആയിട്ട് തയ്യാറാക്കിയ ഒരു PDF ഉണ്ട്. ആ PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്യാന്നുള്ളത് നോഷൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വീക്കിൽ ടാസ്ക്കായിട്ട് ലഭിച്ചിട്ടുള്ളതും ഈ ഒരു വീക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. മെയിനായിട്ട് ഹോസ്റ്റിംഗ് ആണ് ഉള്ളത്. പിന്നെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ ഗിറ്റിൻ്റെ കുറച്ച് കമാൻഡുകളും, അതുപോലെ തന്നെ ഗിറ്റിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും, പിന്നെ ഗിറ്റ് ബ്രാഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വീക്കിൽ ഉണ്ടായിരുന്നത്. അത്ര കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ വീക്കായിരുന്നു ഹോസ്റ്റിംഗ് വീക്ക് എന്ന് പറയുന്നത്. അത്രത്തോളം ടൈം എടുക്കുന്ന ഒരു കൺസ്യൂമിങ് വീക്കല്ല ഈ വീക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ പ്രോട്ടോടൈപ്പിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല. അതായത് ഈ പ്രോട്ടോടൈപ്പിൽ ഫീസ് മുഖാന്തരമോ അല്ലെങ്കിൽ ഈ പ്രോട്ടോടൈപ്പിലോട്ട് വരാൻ സാധിക്കാത്ത സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, ഡിസ്റ്റൻസോ അങ്ങനെ ഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവർക്കൊക്കെ ഈ ഒരു പ്രോട്ടോടൈപ്പിൽ എന്തൊക്കെ നടക്കുന്നത്, പ്രോട്ടോടൈപ്പിൽ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് സീരീസ് ചെയ്യുന്നത്. അതൊരു ഡെവലപ്പർ ആവാൻ താല്പര്യമുണ്ട് എന്നാൽ അങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്താൽ ഇനിയും ചെയ്യുന്നതായിരിക്കും, പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കോഡിംഗ് ആഷൻ ചാറ്റ്സ് എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേരെന്ന് പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം സഹായിക്കുക, അത് തന്നെയാണ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. അങ്ങോട്ടും കൊണ്ടും സഹായിക്കുക, നിങ്ങൾ അങ്ങോട്ടും സഹായിക്കേണ്ടി വരും, അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ഇങ്ങോട്ടും സഹായിക്കും. അങ്ങനെ നമ്മളൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.